അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിൻ്റെ ഭാഗമായി പ്രിൻസിപ്പൽ ഓഫീസിലെ റൂമിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറവലങ്ങാട് കോഴയിലെ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി നേരെ ഇവിടേക്ക് വരികയായിരുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് അവിടെ പ്രസംഗം നടത്തിയത്. പിന്നീട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ എത്തിയതിനു ശേഷം പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് കടന്നിരിക്കുകയാണ്. കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ മുൻഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുനില കെട്ടിടം. ഇങ്ങനെ ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 10 നിലകൾ, ബാക്കി നിലകളിൽ കൂടി മുകളിലേക്ക് പണിയാനുണ്ട്. അതിൻ്റെ 30% പണികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. 7 നില കെട്ടിടമാണ് ഇപ്പോൾ ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 10 നില കെട്ടിടമാണ്. അങ്ങനെയുള്ള ബഹുനില കെട്ടിടങ്ങൾ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു. അതിന് മുന്നോടിയായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർജിക്കൽ ബ്ലോക്കിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ആ സർജിക്കൽ ബ്ലോക്കിലേക്ക് നിലവിലത്തെ പഴയ കെട്ടിടം കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലെ രോഗികളെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി. കഴിഞ്ഞ മാസം 30-ാം തീയതി ഈ കെട്ടിടത്തിലേക്ക്, അതായത് പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനം നടപ്പാക്കുന്ന കാര്യത്തിൽ എവിടേക്കോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം വേണ്ട ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിമാരായിട്ടുള്ള വീണ ജോർജും വി എം വാസവനും വൈകുന്നേരം നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. കളക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് എന്ന തരത്തിലുള്ള ഗൗരവമായ ഒരു പരിശോധനയും കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്നാൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 ഈ കെട്ടിടം ബലക്ഷയമുണ്ട് എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. 2013 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന UDF സർക്കാർ ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയോ യാതൊരു ഇടപെടലും നടത്തിയിരുന്നില്ല. പക്ഷേ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന നിലയിൽ ഈ കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം പരിശോധിച്ചുകൊണ്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ആ പുതിയ കെട്ടിടത്തിലേക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പോഴത്തെ കെട്ടിടത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിനിടയിൽ അതിൻ്റെ അവസാനഘട്ട പടികൾ അവസാനിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തനം അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ 30-ാം തീയതി മീറ്റിംഗ് ചേർന്നുകൊണ്ട് ആ 30-ാം തീയതി ചേർന്ന മീറ്റിംഗിൽ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് തന്നെ രോഗികളെ ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായിട്ടുള്ളത്. ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുവാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അസിത.